തുടക്കം തന്നെ കടക്കുന്നത്. ആഡംബര കാർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇഡി റെയ്ഡ്. ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും ചെന്നൈയിലെയും വീടുകൾ ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ഇഡി റെയ്ഡ്. നിലവിൽ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇഡിയുടെ പരിശോധന. അജയ് സുധ ബിജുവും ഒപ്പം കൊച്ചിയിൽ നിന്ന് നോമി ദിനേശും ചേരുന്ന വിവരങ്ങളുമായി. ആദ്യം അജയ് സുധ ബിജുവിലേക്കാണ്. അജയ്, ഓപ്പറേഷൻ നുംഖോർ, അതിന് വലിയ തരത്തിൽ കസ്റ്റംസിന്റെ പരിശോധനയുണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്ത് നമ്മൾ കണ്ടു. തുടക്കം മുതലേ കസ്റ്റംസിന് പിന്നാലെ ഇഡി എത്തുമെന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ഇപ്പോഴിതാ ഇഡി എത്തിയിരിക്കുന്നു. കൊച്ചിയിലെ ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം വലിയ തരത്തിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇഡി എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഓപ്പറേഷൻ നുംഖൂറിന്റെ പരിശോധനയ്ക്ക് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇഡി ഫെമ ആക്ട് പ്രകാരം 17 സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട് ഉൾപ്പെടെ ആണ് ഈ 17 സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇവരുടെ വീടുകൾ മാത്രമല്ല, പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ അമിത് ചക്കാലിക്കലിന്റെയും വസതികളിൽ പരിശോധന നടത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, അതുപോലെ കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലും പരിശോധനയുണ്ട്. അതുപോലെ ചെന്നൈയിൽ പരിശോധനയുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഇഡിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹന ഇറക്കുമതി, ഇതിൽ വലിയൊരു സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതായത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സിൻഡിക്കേറ്റ്. ഇവർ ഈ ഭൂട്ടാന്റെ ആർമിയുടെ വാഹനങ്ങളാണ്, പ്രധാനമായിട്ടും ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് കുറഞ്ഞ വിലയിൽ കടത്തിയിട്ടുള്ളത്. ഇത് ഈ സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ വെറും 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപയ്ക്ക് അവർ ഭൂട്ടാനിൽ നിന്ന് വാങ്ങും. ഇതിന് ഭൂട്ടാനിലൊരു പ്രത്യേക സൈറ്റ് വരെയുണ്ട് ഇത്തരം വാഹനങ്ങൾ മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി. ദയവായി തുടരുക അജയ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നോമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേർന്നു. നോമി, ദുൽഖറിന്റെ പനമ്പള്ളിയിലോ വീട്ടിലടക്കം 17 ഇടങ്ങളിൽ വലിയ തരത്തിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. തുടക്കം മുതലേ സൂചനയുണ്ടായിരുന്നു കസ്റ്റംസിന് പിന്നാലെ ഇഡിയും പരിശോധനയ്ക്ക് എത്തുമെന്ന്. ഇപ്പോഴിതാ ദുൽഖറിന്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, നമുക്കറിയാം ഈ നേരത്തെ തന്നെ കസ്റ്റംസ് ഈ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളായിട്ടുള്ള ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം ഈ നികുതി വെട്ടിച്ച് കേരളത്തിൽ എത്തിക്കുന്നു എന്നതിലൊക്കെ ഇവരൊക്കെ ആ വാഹനം വാങ്ങി എന്നതിൽ വലിയൊരു വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇഡി കൂടി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇഡിയുടെ കണ്ടെത്തൽ ഇതിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി, വിദേശത്ത് നിന്നുമുള്ള പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി ഇവരും ഇതിൽ പങ്കാളിയാളായിട്ടുണ്ട് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ, പനമ്പള്ളിയിലുള്ള മമ്മൂട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും പരിശോധനയുണ്ട്. ദുൽഖറിന്റെ തന്നെ ഇളംകുളത്തെ വീട്ടിലും പരിശോധനയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലും പരിശോധന നടക്കുന്നുണ്ട്. ഒരേ സമയം 17 ഇടങ്ങളിലാണ് ഇഡിയുടെ ഈ ഒരു പരിശോധന നടക്കുന്നത്. ആ വിധത്തിലാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ മമ്മൂട്ടിയുടെ ഹൌസിൽ, മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നതാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവിടെ വന്നാണ് പരിശോധന നടത്തുകയും ഇതിന് സമീപത്തുള്ള ഗ്യാരേജിലൊക്കെ പരിശോധന നടത്തി അവിടെ നിന്നുമാണ് ദുൽഖർ സൽമാന്റെ കാർ പിടിച്ചെടുക്കുകയും ചെയ്തത്. ആ രീതിയിലേക്ക് വലിയൊരു അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ കസ്റ്റംസ് ആദ്യം ഈ ഒരു പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത് ഈ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈ കേരളത്തിലെത്തിച്ച് അത് അവിടെ വ്യവസായികളായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളായിക്കോട്ടെ മറ്റ് ആളുകൾ ഇത്രയും പണം കൊടുത്ത് ഈ വാഹനം നിരത്തിലിറങ്ങി ഓടിക്കുന്നതിൽ തന്നെ വലിയൊരു ദുരൂഹതയുണ്ടെന്ന് തന്നെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ ഭാഗമായി നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. അമിത് ചക്കാലക്കലിനോടക്കം രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോഴും കസ്റ്റംസ് ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നുമുണ്ട്. അതിനിടയിൽ ദുൽഖറിനോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, രേഖകൾ ഹാജരാക്കാൻ. പക്ഷേ ദുൽഖർ ഇത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. താൻ കൃത്യമായി പണം നൽകി തന്നെയാണ്, രേഖകളടക്കം തന്റെ കയ്യിലുണ്ട്. ഇത്തരത്തിലുള്ള ഇഡിയുടെ ഈ ഒരു കസ്റ്റംസിന്റെ ഈ ഒരു രീതി അല്ലെങ്കിൽ കസ്റ്റംസിന്റെ ഈ ഒരു ഇടപെടലിനെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ കൃത്യമായി തന്നെ
ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ അതാണ് വ്യക്തിത്വത്തെ നവമി, പോലും ഇന്നലെ നമ്മളത് ഹനിക്കുന്ന രീതിയിൽ കേട്ടതാണ്. അല്ലെങ്കിൽ കസ്റ്റംസിനെതിരെ കസ്റ്റംസിന് താൽക്കാലിക ഒരു തിരിച്ചടി എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലടക്കം നിരവധി ചോദ്യങ്ങൾ ഇന്നലെ കോടതി കസ്റ്റംസിനോട് ചോദിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ചോദ്യങ്ങൾ ചോദിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ഇ ഡി കൂടി കളത്തിലിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്ക് മുറുക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് വേണമോ ഇ ഡിയുടെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്? അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു ഭവ്യ. കാരണം ഇ ഡി കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ച് ദുൽഖർ സൽമാനെതിരെ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ളത്. ഫെമ ചട്ടലംഘനം നടത്തി എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥരും കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വ്യാപകമായിട്ടുള്ള ഈ റെയ്ഡ്. അതായത് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ അന്വേഷണ പരിധിയിലുള്ള കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത് അവരുടെ വീടുകളിലാണ് ഇപ്പോൾ ഇ ഡിയുടെയും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കസ്റ്റംസ് മാത്രമല്ല, ഇ ഡി മാത്രമല്ല, ഈ മറ്റ് ആദായ നികുതി വകുപ്പ് അടക്കം ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇതൊരു സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് തന്നെ കസ്റ്റംസ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലേക്കുള്ള ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ നീളുന്നതിനിടയിലാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ കസ്റ്റംസ് പിടികൂടിയ വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ വീടുകളിലേക്ക് ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ദുൽഖർ സൽമാന്റെ ചെന്നൈയിലുള്ള വീട്ടിലും ഇ ഡിയുടെ പരിശോധനയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് നമുക്ക് അവിടുത്തെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. നവമി തുടരുക. അജയ് സുധ ബിജുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചെന്നൈയിലെ ഒരു വശത്തുള്ളത് ചെന്നൈയിലെ വീട്ടിലെ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ്. മറുവശത്ത് കൊച്ചിയിലെ വീട്ടിലെ പനമ്പള്ളിയിലെ വീട്ടിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വീടുകളിൽ പരിശോധന നടന്നു. മാത്രമല്ല 17 ഇടങ്ങളിലും വ്യത്യസ്തമായി പരിശോധന നടക്കുന്നുണ്ട്. അജയിലേക്ക് പോകുന്നു. അജയ്, ചെന്നൈയിലെ വീട്ടിലും ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടുത്തെ വിശദാംശങ്ങൾ എന്താണ്? ഭവ്യ, ഒരേ സമയം തന്നെയാണ് ഈ 17 ഇടങ്ങളിലും പരിശോധന നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഫെമ ചട്ടലംഘനം അത് ചൂണ്ടിക്കാണിച്ചാണ് ഇ ഡിയുടെ ഏറ്റവും പുതിയ പരിശോധന എന്ന് പറയുന്നത്. ഫെമ ചട്ടത്തിലെ സെക്ഷൻ 3, 4 അതുപോലെ തന്നെ 8 വകുപ്പുകൾ പ്രകാരമുള്ള ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതായത് വിദേശത്ത് നിന്ന് അനധികൃതമായി സാധനങ്ങളുടെ ഇറക്കുമതി ചെയ്തു, ഹവാല ഇടപാടുകൾ വഴി പണമിടപാടുകൾ നടന്നു, ക്രോസ് ബോർഡർ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതിലെ പണമിടപാടുകൾ നടന്നത് എന്നതുൾപ്പെടെ